പലതരത്തിലുള്ള പ്രചാരണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നടത്താൻ ഒരു നാണക്കേടുമില്ലാത്ത പാകിസ്ഥാൻ അമൃത്സറിലുണ്ടായ ആക്രമണം ഇന്ത്യ തന്നെ ഉണ്ടാക്കിയതാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ള മറുപടി കൂടിയായിരിക്കും ഈ വാർത്താ സമ്മേളനത്തിൽ. അങ്ങനെ കൂടി വേണമോ വിചാരിക്കാൻ? ഒരു രാജ്യം ആ രാജ്യത്തിനെതിരെ തന്നെ ആക്രമണം നടത്തുകയാണെന്നുള്ള പ്രചാരണം പാകിസ്ഥാൻ അഴിച്ചുവിടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എത്ര വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ എന്താ ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരിക്കണം. അങ്ങനെ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണം പല തലത്തിലുള്ളതാണ്. ആ പല തലത്തിലുള്ള ആക്രമണത്തിന് ഇന്ത്യ കൊടുക്കുന്ന മറുപടികളിൽ പോലും പാഠം പഠിക്കുകയില്ല എന്ന് വരുമ്പോൾ സൈന്യം ഒരുപക്ഷെ ഈ മറുപടികൾ കൂടി ഉൾപ്പെട്ടുകൊണ്ടായിരിക്കുമോ ഈ വാർത്താ സമ്മേളനം? അതുകൂടി രാജ്യത്തിന് ഉറ്റുനോക്കേണ്ടതായി വരുന്നു അല്ലേ? തീർച്ചയായിട്ടും അത് വേണ്ടിവരും. അപർണ, ഇതിനിടയിൽ നമുക്ക് പാകിസ്ഥാന്റെ ഒരു മറുപടി കൂടി ലഭ്യമാവുന്നു. പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ ആക്രമണം സ്ഥിരീകരിക്കുന്നു. പാകിസ്ഥാൻ എയർ സ്റ്റേഷനുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ നീക്കം നടത്തി എന്ന കാര്യം പാകിസ്ഥാൻ കൂടി സ്ഥിരീകരിക്കുന്നു. അതായത് നൂർഖാൻ എയർബേസ്, ഒപ്പം തന്നെ ഷോർക്കോട്ട് എയർബേസ്, ഒപ്പം മുറിദ് എയർബേസ്, ഈ 3 എയർബേസുകൾക്ക് നേരെയും ഇന്ത്യയുടെ സൈനിക നീക്കമുണ്ടായി എന്ന കാര്യം പറയുന്നു. പക്ഷേ ഞങ്ങൾക്ക് നാശനഷ്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, പൂർണ്ണമായും സേഫ് എന്നതാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്ന കാര്യം. ഒരു കാര്യം കൂടി പാകിസ്ഥാൻ ആരോപിക്കുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാനെതിരെ മിസൈൽ ആക്രമണത്തിനും നീക്കം നടത്തി എന്ന കാര്യം പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. ഒരു പക്ഷേ പാകിസ്ഥാൻ്റെ ഒരു പുതിയ നയതന്ത്ര നീക്കം കൂടിയാവാം. കാരണം അഫ്ഗാനിസ്ഥാനെ കൂടി ഇതിൽ കക്ഷി ചേർത്തുകൊണ്ടുള്ള ഒരു നീക്കത്തിന് അവർ ശ്രമിക്കുകയാവാം. ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ലക്ഷ്യമിട്ടും മിസൈൽ പായിച്ചു, മിസൈൽ അവിടെ ലക്ഷ്യമിട്ട് ലോഞ്ച് ചെയ്തു എന്ന ആരോപണം കൂടി പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട്. എല്ലാ എയർഫോഴ്സ് അസറ്റുകളും സേഫ് എന്നതാണ് പാകിസ്ഥാൻ വിശദമാക്കുന്ന കാര്യം. പൂർണ്ണമായും സംഘർഷത്തിന് ഇന്ത്യ ശ്രമിക്കുന്നു, അതിനെ ഞങ്ങൾ ചെറുക്കുന്നു. ഒപ്പം തന്നെ രാജ്യം പാകിസ്ഥാൻ, ഞങ്ങൾക്ക് പാകിസ്ഥാനിലെ ജനങ്ങളൊപ്പമുണ്ട്, ഇതൊക്കെയാണ് അവിടെ സൈന്യത്തിൻ്റെ അവകാശവാദം. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 വരെ പാകിസ്ഥാൻ എയർസ്പേസ് പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുന്നു. പുതിയ സൈനിക നീക്കമാണോ അതല്ല ഇന്ത്യയുടെ തിരിച്ചടി മുന്നിൽ കണ്ടുള്ള തയ്യാറെടുപ്പുകൾ? സജിത്ത്, ഇന്നലെ ഒരു നിർണായക ഇടപെടലിനൊക്കെ സൗദിയൊക്കെ ചെല്ലുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഷഹബാസ് ഷെരീഫുമായിട്ടുമൊക്കെ സൗദി വിദേശകാര്യമന്ത്രി അർദ്ധരാത്രിയൊക്കെ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യം. സാധാരണ രീതിയിൽ ഉള്ളതിനപ്പുറത്തേക്ക് ഇന്ത്യയിലേക്ക് തന്നെ പെട്ടെന്ന് എത്തുക, ഒരു മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ സന്ദർശനം നടത്തുക, ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്ത ശേഷം, അതായത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ ഇന്ത്യ പാക് ടെറിട്ടറി കടന്നു പോകുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയായിരിക്കുമോ സൗദിയുടെയൊക്കെ ഈ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? അത്തരം സന്ദേശങ്ങൾ കൂടി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇത് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്നലെ ഈ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെതിരെ സമ്മർദ്ദമുയർത്തുക എന്നത് ഇന്ത്യയുടെ തന്ത്രമാണ്. ആ തന്ത്രം പലവട്ടമായി നമ്മൾ പയറ്റുന്നു. ഇന്നലെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ വിഹിതം പാകിസ്ഥാന് നൽകാതിരിക്കാൻ ഇന്ത്യ നിലപാടെടുത്തു. പക്ഷേ ഇന്ത്യയുടെ എതിർപ്പ് അവഗണിച്ചും പാകിസ്ഥാൻ ഒരു വിഹിതം അനുവദിച്ചുകൊണ്ടാണ് ഇന്നലെ IMFന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിലടക്കം ഇനി തുടർ നടപടി എന്ത് എന്നതിലും വളരെ പ്രസക്തമാണ്. എന്തായാലും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ലോകരാജ്യങ്ങളുണ്ട്, അവരെ ഒപ്പം ചേർത്തുകൊണ്ടുള്ള തുടർ നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകും. കടന്നാക്രമിക്കുക എന്നതാണ്, പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുക എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. ഒന്ന് നോക്കണം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രഖ്യാപനം പോലും ഉണ്ടാവുന്നത് ഭീകരവാദികളുടെ അവരുടെ കേന്ദ്രങ്ങൾ തകർക്കുക, 9 കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആ പ്രഖ്യാപനം. അതിൻ്റെ പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായ തിരിച്ചടികൾ ഉണ്ടാകുന്നു. അത്തരം നീക്കങ്ങൾ വീണ്ടും ഉണ്ടായപ്പോഴാണ് തുടർ സൈനിക നീക്കങ്ങൾ വേണ്ടിവന്നത്. പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് രാജ്യം പലവട്ടമായി മറുപടി നൽകി. അങ്ങനെ പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് അവരുടെ പ്രധാന കേന്ദ്രങ്ങളിൽ കടന്നാക്രമിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഉണ്ടായത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, ലാഹോറിലെ എയർ സ്പേസിൽ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സംവിധാനം തകർത്തുകൊണ്ടാണ് ഇന്ത്യ നേരത്തെ ശക്തമായി തിരിച്ചടി നൽകിയത്. ഇതിനു പുറമെ നൂർഖാൻ എയർബേസ് അടക്കമുള്ള അവരുടെ മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിലും ഇന്ത്യ കടന്നാക്രമിച്ചു. വലിയ നാശനഷ്ടം അവിടെ ഉണ്ടാക്കി എന്നതാണ് സൈന്യം വ്യക്തമാക്കിയ കാര്യം. പക്ഷേ അങ്ങനെ ആക്രമണം സ്ഥിരീകരിക്കുന്ന പാകിസ്ഥാൻ തങ്ങൾക്കത് നാശനഷ്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല, തങ്ങളതിനെ ചെറുത്തു എന്നതാണ് അവരുടെ മറുപടി. എന്തായാലും സൈന്യത്തിന്റെ വാർത്താ സമ്മേളനത്തിന് നമുക്ക് കാത്തിരിക്കാം. അത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകും. അല്പസമയത്തിനകം ഇന്ത്യൻ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം അത് ഇത്രയും രാവിലെ ഉണ്ടാകുന്നതിന്റെ പ്രധാന അജണ്ട തന്നെ എന്തോ കാര്യമായി സൈന്യത്തിന് രാജ്യത്തെ അഭിസംബോധന ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ഇതിനിടെ വരുന്ന വാർത്തകൾ ഇന്ത്യക്കെതിരെ സൈനിക നീക്കത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. ഓപ്പറേഷൻ ബനിയൻ അൽ മർസു ലിബിയ അടക്കമുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ്
രാജ്യങ്ങളിലൊക്കെ മുൻപ് പലതവണ സൈന്യത്തിന്റെ ഓപ്പറേഷൻസുകൾ നടന്നപ്പോൾ ഈ പേരിട്ട് വിളിച്ചിട്ടുണ്ട്. തകർക്കാൻ കഴിയാത്ത മതിൽ, ആർത്ഥം വരുന്ന അറബിക് വാക്കുകൂടിയാണ് ഓപ്പറേഷൻ ബനിയൻ അൽ മർസു. ആ തരത്തിൽ ഒരു പേരുമിട്ടിട്ട് ഒരു സൈനിക നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുമ്പോൾ ഡൽഹി വരെ ലക്ഷ്യമിടുന്നുണ്ട്. ഡൽഹിയിലേക്ക് മിസൈൽ തൊടുത്തു. ആ ഒരു നീക്കത്തിലേക്കൊക്കെ പാകിസ്ഥാൻ കടക്കുന്നു എന്നുള്ള വിവരങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി ഇത് അതിർത്തിയിലെ പ്രതിരോധം അല്ലെങ്കിൽ ആ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള പ്രത്യാക്രമണം അതിൽ മതിയാകില്ല, അതിൽ പാകിസ്ഥാൻ നന്നാവുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ആ നിലപാടിലേക്ക് ഇന്ത്യ ഇനി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലും വ്യക്തമായ ആ നിലപാട് തന്നെ എടുക്കും എന്നുള്ള സൂചനകൾ വരുന്നു. ആ കാര്യമാണോ വ്യക്തമാക്കാൻ പോകുന്നത് ഇന്ത്യൻ സേനയുടെ വാർത്താ സമ്മേളനം? പാകിസ്ഥാൻ ആകാശത്ത് തീമഴ വിതയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വ്യോമപാത പരിപൂർണമായി അടച്ചിരിക്കുകയാണ്. ഈ പാകിസ്ഥാന്റെ ആക്രമണത്തിന് ഇന്ത്യ ആകാശത്ത് തന്നെ തിരിച്ചടി കൊടുക്കുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യോമപാത തന്നെ അടച്ചുകൊണ്ട്, അതുമാത്രമല്ല സജിത്ത്, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഡ്രോണുകൾ വരുന്നു, ഡ്രോണുകളെ തിരിച്ചടിക്കുന്നു, അരിഞ്ഞു വീഴ്ത്തുന്നു, തിരികെ സൈനിക കേന്ദ്രങ്ങളിലടക്കം മറുപടി കൊടുത്തുകൊണ്ട് തിരിച്ചടി ശക്തമാക്കുന്നു ഇന്ത്യ. ഈ വ്യോമസേനയ്ക്കപ്പുറത്തേക്ക് നാവികസേനയും ഓപ്പറേഷൻസ് ശക്തമാക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു. കറാച്ചി ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ പുറപ്പെട്ടിട്ടുണ്ട്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അടക്കം അതിനകത്തുണ്ട്. ഒരു ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻസ് ഇന്ത്യ നടത്തുന്നു. അത് കറാച്ചി ലക്ഷ്യമിട്ട്, ഇസ്ലാമാബാദ് ലക്ഷ്യമിട്ട്, ലാഹോർ ലക്ഷ്യമിട്ട്, പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കൊണ്ട് ഒരു സംയുക്ത സൈനിക ഓപ്പറേഷൻ ഈ മണിക്കൂറുകളിൽ അത് നടക്കുന്നുണ്ട് എന്നുകൂടി സ്ഥിരീകരിക്കണോ? അത് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ടോ? അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അതായത് ജമ്മു കാശ്മീരിലെ എയർ സ്റ്റേഷൻ ലക്ഷ്യമിട്ടുകൊണ്ട് തുടർച്ചയായ പാകിസ്ഥാന്റെ സൈനിക നീക്കം, ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈൽ അടക്കം ഇന്ത്യ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്നതാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. അതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഇന്ത്യ അതിന് നൽകാൻ പോകുന്ന മറുപടി എന്താണ്? ഒപ്പം തന്നെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമ്പോൾ രാജ്യം ഇതുവരെ പ്രഖ്യാപിച്ച ജാഗ്രതയ്ക്കപ്പുറമുള്ള നീക്കങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടോ? ഡൽഹി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മിസൈൽ നീക്കം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഇന്ത്യ അതിനെ ചെറുക്കുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഇന്ത്യ നൽകാൻ പോകുന്ന മറുപടി എന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് നീക്കങ്ങൾ ഉണ്ടാകുന്നു. കൂടുതൽ ബ്ലാസ്റ്റുകൾ അതിർത്തി മേഖലകളിലെ കൂടുതൽ ഇടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു എന്ന വിവരങ്ങളും കൂടി പുറത്തു വരുന്നുണ്ട്. പുതിയ വിവരം വരുന്നു. സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. റദ്ദാക്കി, സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം റദ്ദാക്കി എന്ന വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടാണ് അത് റദ്ദ് ചെയ്ത് കൂടുതൽ വിശദീകരണം വേണ്ടിവരും. എന്തായാലും സൈന്യം വാർത്താ സമ്മേളനം റദ്ദാക്കി എന്ന വിവരം കൂടി പുറത്തു വരുന്നു. ബ്രീഫിംഗ് ഹാസ് ബീൻ ക്യാൻസൽഡ് എന്ന വിവരം പുറത്തു വരുന്നു. സൈന്യം വാർത്താ സമ്മേളനം റദ്ദാക്കിയിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിൽ